ഹലോ, ഗീതാ സോഷ്യൽസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നിതാ ശശികലേച്ചിൻ്റെ വീട്ടിലെ കുറച്ച് ചെടി വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നത്. അപ്പോൾ നമ്മളെ ചേച്ചീൻ്റെ ചെടികളൊക്കെ എടുത്തപ്പോൾ തന്നെ ഇവിടെ മൊത്തം സ്ഥലമൊക്കെ കുറേ ഭാഗം ഒഴിഞ്ഞു കേട്ടോ. അപ്പം ഒന്നിച്ച് കിടക്കുമ്പോൾ നമുക്കൊന്നും ഇത് അത്ര അങ്ങോട്ട് വൃത്തിക്ക് വെക്കാൻ പറ്റിയില്ലായിരുന്നു. അങ്ങനെ ഇതാ വീണ്ടും നേരത്തെ സെറ്റ് ചെയ്ത പോലെ തന്നെ വീണ്ടും വലുപ്പത്തിനനുസരിച്ചും തിക്കിനനുസരിച്ചൊക്കെ ഞങ്ങളിവിടെ സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ ഇപ്പോൾ ഇതിൽ കാണിക്കുന്ന ഈ ചെടികൾ ഇനി ഈ ഗ്രീനിലൊക്കെ ബാക്കിയുള്ളൂ. നമ്മളെ ബോക്സർ പോലത്തെയൊക്കെ ഉണ്ടല്ലോ, ബോക്സർ പലതരം ലീഫ് ഉള്ളതാട്ടോ, ഒരേപോലെ ഉള്ളതല്ല. ഇനി വേറെ വേറെ ഐഡിയ ഇതിനുണ്ടോയെന്നറിയില്ല. ചില ബോക്സറിൻ്റെ ഷേപ്പിന് കുറച്ച് എന്താ പറയുക, ഒരു ഷേപ്പ് ഷേപ്പിലും പിന്നെ ചിലത് കൂമ്പിയും കൊണ്ടുള്ള ഷേപ്പിലൊക്കെയാണ്. അപ്പോൾ അതിന് ഒരു മൂന്നെണ്ണം വീതമൊക്കെ ഞങ്ങൾ മാറ്റി വെച്ചു. പിന്നെ അതാ ഇത് ഒരു വെറൈറ്റിയാണ്, സ്ഥിരം നമ്മൾ കാണുന്ന ടൈപ്പ് അല്ലല്ലോ. അപ്പോൾ അത് പൊന്തിപ്പോയി, അതിനൊന്ന് കട്ട് ചെയ്ത് വെക്കാൻ പോവുകയാണ്. അപ്പം നേരത്തെ ചാണപ്പൊടി കെട്ട് വെച്ചതായിരുന്നു. പിന്നെ ഈ വളമൊന്നും ഇടണ്ട, കട്ട് ചെയ്യാതെ അങ്ങനെ ഒരു 1-2 ചെടിയുണ്ട്. ഇത് കണ്ടില്ല, ഇതും കട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് ആ അടിയിൽ നിന്ന് വേറെ പുതിയ ഷൂട്ടുകളൊക്കെ ഇനി വരികയും ചെയ്യും, ഇത് പുതിയ തൈ ആക്കുകയും ചെയ്യാം. അപ്പോൾ ഇതാ ഈ ഒരു 2 എണ്ണം ഇനി നമ്മൾ കട്ട് ചെയ്തതിനെ തൽക്കാലം ഇപ്പോൾ വെള്ളത്തിൽ കൊണ്ടു വെക്കുക. ബാക്കി പിന്നെ ഒന്നിച്ച് ഇപ്പോൾ ഈ ചെടി റെഡിയാക്കാണല്ലോ, അപ്പോൾ അതിൻ്റെ ഇടയിൽ നടുന്നില്ല, വെള്ളത്തിൽ വെക്കുക. ഇത് നമ്മൾ വെള്ളത്തിൽ വെച്ച് ഒരാഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതിനൊക്കെ വേര് വരും കേട്ടോ. ഞാൻ ഇതിന് മുമ്പ് അതിൻ്റെ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് നമുക്ക് വേരൊക്കെ വരാനും, ചിലപ്പോൾ നമ്മൾ മണ്ണിലേക്കൊക്കെ നേരിട്ട് വെക്കുമ്പോൾ ചിലപ്പം ചില ചെടികൾക്ക് ഒരു ചീച്ചിലൊക്കെ വരും. ഇത് വെള്ളത്തിലിട്ട് വെക്കുമ്പം പെട്ടെന്ന് വേര് ആയിക്കോളും. അതൊക്കെ തന്നെ നല്ല മൂത്ത തണ്ടുകളുമാണ്. അപ്പോൾ അതായത് ഇവിടെ ഇനി ഇതാ ഈ ഒരു സൈഡിലേക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി കുറച്ച് ചെടികളൊക്കെ അങ്ങോട്ട് ആക്കി വെച്ചതായിരുന്നു കേട്ടോ. അതിനൊക്കെ തിരിച്ച് വീണ്ടും അങ്ങേ സൈഡിലേക്ക് തന്നെ കൊണ്ടുപോവാണ്. ഇപ്പോൾ കണ്ടില്ല, കിടക്കുന്നതൊക്കെ കൂടി എല്ലാം കൂടെ മൊത്തം ആകെ അലമ്പായി കിടക്കുകയാണ്. അപ്പോൾ ആ ഒരു ഭാഗം മൊത്തം ഞങ്ങൾ അഗ്ലോണിയമൊക്കെ വെച്ച് ഇനി ഈ ഒരു രണ്ടാമത്തെ നേരത്തെ ഇങ്ങനെ ഒരു ഗ്യാപ്പൊക്കെ ഒന്നും ഇല്ലായിരുന്നല്ലോ. ആദ്യം ഞങ്ങൾ സെറ്റ് ചെയ്തപ്പം ഗ്യാപ്പൊക്കെ ഇട്ടായിരുന്നു സെറ്റ് ചെയ്ത്, പിന്നെ രണ്ടാമതൊന്നുകൂടി സെറ്റ് ചെയ്തപ്പം ഗ്യാപ്പൊക്കെ പോയി. അങ്ങനെ ഇതാ വീണ്ടും ഒരു 2-3 ഗ്യാപ്പ് ഇട്ടാലല്ല നമുക്ക് അതിലെ ഇടയിൽ കൂടെ ഇവിടെ ആളുകൾ ചെടി വാങ്ങാൻ വരുമ്പോഴൊക്കെ ഒന്ന് അവർക്ക് കാണണമെങ്കിലൊക്കെ ഈ ഒരു ഗ്യാപ്പ് വേണമല്ലോ. അങ്ങനെ ഇതാ നമ്മളെ കുറച്ചിങ്ങനത്തെ കലാത്തിയ കുട്ടികളൊക്കെ ഉണ്ടല്ലോ. ഇത് കുട്ടി എന്ന് പറഞ്ഞാൽ ചെറിയ തൈകളല്ല കേട്ടോ, ഇത് ഇത്രയോ ഒരു ഉയരം വെക്കുള്ളൂ, ഒരുപാടൊന്നും ഉയരം വെക്കില്ല. ഇവരിങ്ങനെ തിങ്ങി നിറഞ്ഞാണ് നിൽക്കുക. അപ്പോൾ നമ്മൾ അടുത്ത ചട്ടി മാറ്റി കൊടുക്കണം. പിന്നെ അതാ നമ്മൾ കുറച്ച് സുന്ദരികൾ കേട്ടോ, ഇവർക്കൊക്കെ നല്ല വെയിലാണ് വേണ്ടത്. അപ്പോൾ ഇവർ ഈ ഒരു പുറത്തേക്ക് വെച്ചിട്ട് ബാക്കി നമുക്ക് മറ്റേനൊന്നും അങ്ങനെ അഗ്ലോണിമയ്ക്കും കലാത്തിക്കൊന്നും ഒരുപാട് വെയിൽ പറ്റൂല, പക്ഷേ എന്നാൽ ചെറിയ ഷെയ്ഡ് അടിക്കാൻ വേണം. അപ്പം ഇവർക്ക് നല്ല വെയിലാണ് വേണ്ടത്. ഇത് കണ്ടില്ലേ, 2 കളറിലാട്ടോ. ഇത് ഒരുപാട് പൊന്തി പോകുന്ന സൈസല്ല, ഈ ഒരു ഇതിൽ തന്നെ നിൽക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഈ ചെടികളിലൊക്കെ ഇപ്പം കാണിക്കുന്നതിൽ ഏതെങ്കിലും വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണിക്കുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ ഇതാ ഏകദേശമൊക്കെ ഈ ഒരു ഭാഗമൊക്കെ ഞങ്ങൾ ഇങ്ങനെ നേരത്തെ ഒരു പ്രാവശ്യം സെറ്റ് ചെയ്തായിരുന്നു ഇതേപോലെയൊക്കെ തന്നെ. അത് നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയൊക്കെ ചെടികളൊക്കെ അങ്ങോട്ട് മാറ്റി വീണ്ടും അങ്ങോട്ട് എടുത്ത് വെക്കും. അപ്പം ലേശം അങ്ങോട്ട് മാറിപ്പോവും. അപ്പോൾ ഇതാ നോക്കി നമ്മളെ കലാത്തിയ സുന്ദരികളൊക്കെ, ഇതൊക്കെ ഒരുപാടെണ്ണം ഞാൻ കാണിച്ചു തന്നെ. ഇനിയിപ്പോൾ ഇതാ ഈ ഒരു 4-5 എണ്ണൊക്കെ ഉള്ളൂ, ഒരുപാടൊന്നുമില്ല. അപ്പം ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് മെസ്സേജ് ചെയ്തോളാം. വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ മാത്രം മെസ്സേജ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ഒരറ്റത്തുനിന്ന് ഇങ്ങോട്ട് തുടങ്ങി കേട്ടോ. അങ്ങേ സൈഡിൽ ഏകദേശമൊക്കെ അതാ നമ്മളെ ഈ ഗ്രീൻ ലെഗസിയൊക്കെ അല്ലേ, ബുഷിയുണ്ട്, സിംഗിളും ഉണ്ട്, പിന്നെ ഈ ഒരു റെഡ് വെറൈറ്റി, പിന്നെ നമ്മളെ ഈ വൈറ്റ് കഴിഞ്ഞൊരു 4 വലിയ 2 ചട്ടിയും അല്ലാത്തൊരു 2-3 ചട്ടിയേ ഉള്ളൂ. അതുപോലെ ഇതാ ഈ ഒരു ടൈപ്പും നമ്മളെ ബോക്സർ കണ്ടില്ല, ഇതിൻ്റെയൊക്കെ ലീഫിന് ഇത് ബോക്സറല്ല ഇവിടെ ഉള്ളത്, ഇതിൻ്റെയൊക്കെ ലീഫിന് വ്യത്യാസമുണ്ട്. പിന്നെ ഒരു ഷൂട്ട് വേണ്ടവർക്ക് അങ്ങനെയും തരുന്നതായിരിക്കും. ബുഷി പോട്ടാണ് വേണ്ടെങ്കിൽ ബുഷിയായിട്ടും പോസ്റ്റലായിട്ടും നമ്മൾ DTDCയും പ്രൊഫഷണലൊക്കെ ആയിട്ടാണ്. ഇത്ര വലിയ പ്ലാന്റൊക്കെ ആകുമ്പോൾ DTDCക്ക് കുറച്ച് ചാർജ് കൂടും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഏതാ കൊറിയർ സർവീസ് ഉള്ളത് എന്നുള്ളത് പറയുക. സിംഗിളൊക്കെ ആകുമ്പം കുറഞ്ഞ റേറ്റൊക്കെ തന്നെ വരുള്ളൂ CC. അപ്പോൾ അതാ ഇതുപോലത്തെയൊക്കെ നല്ല ഹൈറ്റ് വെച്ചതും സിംഗിളായിട്ട് വേണ്ടതും ബുഷിയായിട്ട് വേണ്ടവർക്കൊക്കെ ഏത് തരം വേണമെങ്കിലും തരുന്നതായിരിക്കും കേട്ടോ. ഇതൊക്കെ ഇനി ഈ കാണിക്കുന്നതേ ഉള്ളൂ. ഇത് നമ്മളെ തായ് വെറൈറ്റി ആയിരുന്നു കേട്ടോ. അതൊക്കെ ഒരുപാടുണ്ടായിരുന്നു. ഇതിന് മുമ്പത്തെ വീഡിയോ ഒക്കെ കണ്ടവർക്ക് അറിയാം. ഇത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്.
പിന്നെ അതാ ഈ ഒരു വശത്തേക്ക് ഞങ്ങൾ ഫിലോഡൻഡ്രോൺ കേട്ടോ തുടക്കത്തിൽ വെച്ചത്, അധികമല്ല, ഇത്ര എണ്ണം തന്നെ ഉള്ളൂ. പിന്നെ വീണ്ടും കലാത്തിയാണ് കൂടുതൽ ഉള്ളത്. അപ്പോൾ ഞങ്ങളൊരു 2 സെറ്റ് ഇങ്ങനെ വരിക്കി ഈ ഭാഗത്ത് കുറച്ചുകൂടി അധികം വെച്ചിട്ടുണ്ട്. 2 വശത്തുകൂടി നടന്ന് പോകാൻ പാകത്തിനായതുകൊണ്ട് കുറച്ച് അധികം കലാത്തിയത്. അപ്പുറത്തൊക്കെ ഒരു 3 എണ്ണം വീതമായിരുന്നു വെച്ചത്. ഞങ്ങളിവിടെ ഒരു 4-5 എണ്ണം വീതം. പിന്നെ ചട്ടി ചെറുതാനനുസരിച്ച് കുറച്ചുകൂടി അധികമൊക്കെ വെച്ചു. അങ്ങനെ ഇതാ ഉണ്ടല്ലേ. ഇനിയും കുറച്ചുകൂടി ഉണ്ട്. പിന്നെ അതൊക്കെ നല്ല വെറൈറ്റി അഗ്ലോണി വെള്ളമാട്ടോ. അതൊന്നും ഒരുപാടില്ല, ഓരോ സെറ്റേ ഉള്ളൂ. ഇപ്പം ഷെഡിൻ്റെ അടിയിലായതുകൊണ്ട് 2 പ്രാവശ്യം തന്നെ നനയ്ക്കണം. രാവിലെ കുറച്ച് നല്ലപോലെയൊക്കെ നനച്ച് വൈകുന്നേരം ചെറുതായിട്ടൊക്കെ ഒന്ന് നനച്ചും കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മളെ പിങ്ക് ലെഗസി കണ്ടോ, സുന്ദരികളായിട്ട്. ഇവർക്ക് കുറച്ച് വെയിൽ കിട്ടിയാലേ ആ ഇലയ്ക്കൊന്ന് നല്ല ആ ചുവപ്പും റോസൊക്കെ കൂടി വരുള്ളൂ. കുറച്ചുകൂടി നമ്മൾ ആ ഉള്ളിലേക്ക് ഷെഡിലേക്ക് വെച്ചാൽ ഇത്രയങ്ങ് കളറില്ല, ഒരു നരച്ച കളറായി പോകും. അപ്പോൾ ഇവരെ മാത്രം ഞങ്ങൾ അതുകൊണ്ട് ഫ്രണ്ടിൽ കൂടിയാണ് ഈ പിങ്ക് ലെഗസികളൊക്കെ വെച്ചത്. അപ്പോൾ അതാ ഇങ്ങനെ സെറ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ കേട്ടോ. കുറച്ച് ദിവസമായി, ഒരു മാസത്തിലും മേതേ ഞങ്ങൾ സെറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്നത്. പിന്നെ നമ്മൾ ആന്തൂര്യത്തിലും അത്യാവശ്യം വെയിൽ വേണമല്ലോ. അപ്പോൾ അവരെ ഞങ്ങളിതാ ഈ ഒരു സൈഡിലേക്ക് കൊണ്ടുവെക്കുക കേട്ടോ. എന്നാലേ പൂക്കളൊക്കെ നല്ലപോലെ ഉണ്ടാവുള്ളൂ. എന്തായാലും വെച്ച് നോക്കട്ടെ. ഇപ്പം ഇനി നല്ല വെയിലാണല്ലോ വരാൻ പോണത്. അപ്പം ക്ഷീണം വരികയാണെങ്കിൽ വീണ്ടും ഇവരൊക്കെ സൈഡിലേക്ക് തന്നെ മാറ്റും. അപ്പോൾ ഇതാ നല്ല അടിപൊളി പൂക്കളൊക്കെ ഉണ്ട്. ഇതിലുള്ള ഏതെങ്കിലും ചെടി വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്തോളൂ കേട്ടോ. ഇനി നമ്മളേതാ അടിപൊളി നമ്മളെ ലില്ലി ഉണ്ട്. ലില്ലി ഒരു പോട്ടിൽ തന്നെ ഒരുപാട് ഷൂട്ടുകളുള്ളതുണ്ട്. സിംഗിൾ വേണ്ടവർക്ക് സിംഗിളും തരും, ബുഷിയാണെങ്കിൽ ബുഷി. ഇത് നമ്മൾ വീട്ടിൽ കൊണ്ടുവച്ചാലും വേറെ ചട്ടിയിലൊക്കെ നട്ടാൽ നല്ലപോലെ പെട്ടെന്ന് തന്നെ പുതിയ ഷൂട്ടുകളൊക്കെ വരും കേട്ടോ. ഇനിയിപ്പം ബുഷി പോട്ടൊക്കെ വാങ്ങിയിട്ട് നിങ്ങൾക്ക് കൂടുതൽ ബുഷി പോട്ടൊക്കെ ഉണ്ടാക്കണമെന്ന് തോന്നുന്നവരാണെങ്കിൽ അത് മാറ്റി നട്ടാൽ മതി. അത് ഏത് ചെടി അങ്ങനെ കേട്ടോ, നമ്മൾ മാറ്റി നടുകയാണെങ്കിൽ ബുഷി ഇഷ്ടമുള്ളവരാണെങ്കിലും നമുക്ക് കുറേ ചെടികൾ അതുപോലത്തെ ബുഷി പോട്ട് ആക്കണം എന്നൊക്കെ ഉള്ളവരുണ്ടാവുമല്ലോ. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു 3-4 ചട്ടിയിലേക്ക് മാറ്റിയാൽ മതി. നല്ലപോലെ ചാണപ്പൊടിയൊക്കെ ഇട്ടെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ബുഷി പോട്ടുകൾ ആയിക്കോളും. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതാ ഇത് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞ ദിവസം കുറച്ച് ചെടികൾ വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിൽ പെട്ടതാണ്. അപ്പോൾ ഒന്നിന് മാത്രം ചെറിയൊരു ക്ഷീണമുണ്ട്. അപ്പം അതിന് വെള്ളം കിട്ടാഞ്ഞിട്ടാണ് തോന്നുന്നു നനച്ച കൂട്ടത്തിൽ അതാ പുറത്തെ സൈഡിലേക്ക് ഇനി. അപ്പോൾ അതാ ഞങ്ങൾ ഏകദേശമൊക്കെ അതാ ഈ ഒരു ഭാഗമൊക്കെ ഒന്ന് നല്ലപോലെ സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ഇതിപ്പോൾ സെറ്റ് ചെയ്യാൻ പറ്റിയത് അതിന്ന് ഒരു 60ഓളം ചെടികൾ ഇതിന്ന് കഴിഞ്ഞ ദിവസം എടുത്തായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഗ്യാപ്പൊക്കെ ഇട്ട് ചെടികൾ വെക്കാൻ പറ്റിയത്. അപ്പോൾ ഇനിയും കുറച്ച് ഈ ഒരു സൈഡിൽ കൂടി ഉണ്ട് കേട്ടോ. അപ്പം ചിലതിനൊക്കെ കുറച്ചൊരു വെയിലും വേണം, പക്ഷെ ഇവർക്കൊന്നും വെയിൽ വേണ്ട. അപ്പോൾ ഇതിനും കുറേ ഷൂട്ടുകളുണ്ട്. കഴിഞ്ഞ ദിവസം വീഡിയോയിൽ കാണിച്ചില്ലായിരുന്നോ ഒരുപാട് ഷൂട്ടുള്ളൊരു ചെടി, അതുപോലെ തന്നെയാണ്. പിന്നെ നമ്മളെ പട്ടാളം കല്ലാത്തിയൊക്കെ ഉണ്ടല്ലേ, അല്ലേ. പിന്നെ ഇതൊക്കെ വേറെ ആക്കാനുള്ള കേട്ടോ. ഇഷ്ടംപോലെ അതിലൊക്കെ ഷൂട്ടുകളും ഉണ്ട്. കലാത്തിയൊക്കെ പെട്ടെന്ന് തന്നെ പുതിയ തൈകൾ വന്നോളും. പിന്നെ ഇതിനാണ് പറഞ്ഞ ചെറിയൊരു ക്ഷീണം, അതിന് വെള്ളം കുറവ് ആയിരുന്നു. 2 ചെടികളുണ്ടായിരുന്നു അങ്ങനെ. അപ്പോൾ ഇത് ഞങ്ങൾ വേറൊരു സ്ഥലത്ത് നിന്നൊക്കെ കൊണ്ടുവന്നാണല്ലോ. അപ്പം പുതിയ സ്ഥലത്തേക്ക് വന്നപ്പോൾ ഉള്ള അതിൻ്റെ ഒരു ക്ഷീണമാണ് തോന്നുന്നത്. എന്തായാലും ഞങ്ങൾ ചെടികളൊക്കെ സെറ്റ് ചെയ്ത് അതിന് ശേഷം ഒന്ന് നനച്ചൊക്കെ കൊടുത്ത്. ഇനി ആർക്കെങ്കിലും നേരിട്ട് വാങ്ങിക്കാനൊക്കെ വരാൻ താല്പര്യമുണ്ടെങ്കിൽ ഇത് കോഴിക്കോട് തിരുവമ്പാടി തമ്പലവണ്ണയിലാണ്. വിളിച്ചാൽ മതി, കറക്റ്റ് സ്ഥലം പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം ഇതുപോലത്തെ എത്രയും ഇതേ ചെടികൾ ഇതിൽ കാണിക്കുന്ന ഇതേ ചെടി തന്നെയാണ് തരുന്നത്. ആർക്കും വലിയത് കാണിച്ചിട്ട് ചെറുത് തരിക എന്ന് പറയുന്നത്. പിന്നെ വീഡിയോ ഒക്കെ എടുക്കുമ്പം ചിലപ്പം വലുപ്പത്തിനൊക്കെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിലേ ഉള്ളൂ. നിങ്ങൾ സെപ്പറേറ്റ് തന്നെ വേറെ വാങ്ങിക്കാനുള്ളവർ വേറെ വീഡിയോയും ഫോട്ടോയും ഒക്കെ കണ്ടിട്ട് മാത്രം വാങ്ങുക. അപ്പോൾ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഇതിൽ കൂടെ പറയാം. വാങ്ങിക്കാനുള്ളവർ ശശി നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.